സുഹൃത്തുക്കളെ നമസ്കാരം. പാമ്പ് ഇടയ്ക്കിടെ നാവ് പുറത്തേക്ക് നീട്ടുന്ന കാഴ്ച എല്ലാവരെയും ഭയം ജനിപ്പിക്കുന്നതാണ്. എന്നാൽ പാമ്പ് അങ്ങനെ ചെയ്യുന്നത് കോപം കൊണ്ടോ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതിനാലോ അല്ല. അതിന് പിന്നിൽ പ്രകൃതിയുടെ അത്ഭുതകരമായ ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പാമ്പുകൾ നാവ് നീട്ടുന്നത് എങ്ങനെ? മനുഷ്യർ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രധാനമായും കണ്ണും ചെവിയും ഉപയോഗിക്കുമ്പോൾ പാമ്പുകൾ സ്മെല്ല് അഥവാ വാസനയിലൂടെയാണ് പ്രധാനമായും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പാമ്പ് നാവ് ഉപയോഗിക്കുന്നത് വായുവിലെ ചെറിയ രാസകണങ്ങൾ ശേഖരിക്കാനാണ്. നാവ് പുറത്തേക്ക് നീട്ടുമ്പോൾ വായുവിലുള്ള ചെറിയ കണികകളും ചുറ്റുപാടിലെ രാസസൂചനകളും അതായത് കെമിക്കൽ സയൻസും നാവിൽ പറ്റിപ്പിടിക്കും. പിന്നീട് അവ നാവ് അകത്താക്കി വായുയുടെ മുകളിലുള്ള പ്രത്യേക അവയവമായ ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്ന ഭാഗത്ത് സ്പർശിക്കും. ഈ അവയവം ഈ കണികകളെ വിശകലനം ചെയ്ത് പാമ്പിന്റെ തലച്ചോറിലേക്ക് സിഗ്നലുകൾ അയക്കുന്നു. ഇതിൽ നിന്നാണ് പാമ്പിന് അതിന്റെ ചുറ്റുപാടും ഇരയോ ശത്രുവോ തടസ്സങ്ങളോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ പാമ്പിന്റെ നാവ് രണ്ടായിട്ട് പിളർന്നതായിട്ടാണ് കാണുന്നത്. രണ്ടായി പിളർന്ന ഈ നാവിന്റെ ഗുണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പാമ്പിന്റെ നാവ് രണ്ടായി പിളർന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാവിന്റെ ഇരുവശങ്ങളും വേർതിരിച്ച് വിവരങ്ങൾ ശേഖരിക്കും. ഉദാഹരണത്തിന്, ഇടതുവശത്ത് വാസനയുമായി ബന്ധപ്പെട്ട കൂടുതൽ കണികകൾ ലഭിച്ചാൽ ഇര ഇടതുവശത്താണെന്നും അപകടം ആ ദിശയിൽ നിന്നാണെന്നും പാമ്പ് മനസ്സിലാക്കും. കൂടുതൽ കണികകൾ വലതുവശത്ത് പറ്റിപ്പിടിച്ചാൽ പാമ്പിന് അതിന്റെ ഇര വലതുവശത്താണുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ പാമ്പിന്റെ നാവ് ഒരു പ്രകൃതിദത്ത GPS പോലെ പ്രവർത്തിക്കുന്നു. ഈ നാവ് നീട്ടുന്ന ശീലം പാമ്പുകൾക്ക് പല കാര്യങ്ങളിലും സഹായകരമാണ്. ഇരയുടെ സ്ഥാനം കണ്ടെത്താൻ, ശത്രുവിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ, പങ്കാളിയെ കണ്ടെത്താൻ, പുതിയ പ്രദേശം പരിശോധിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം പാമ്പ് അതിന്റെ നാവ് ഉപയോഗിക്കുന്നു. കാഴ്ച കുറവുള്ള പാമ്പുകൾക്ക് ഇത് ജീവൻ രക്ഷിക്കുന്ന പ്രധാന ഉപാധി കൂടിയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് മനുഷ്യർക്കുള്ള തെറ്റിദ്ധാരണ എന്താണ്? അത് ആക്രമിക്കാൻ പോകുന്നു എന്ന സൂചനയായിട്ടാണ് മനുഷ്യൻ ഇതിനെ കരുതുന്നത്. യഥാർത്ഥത്തിൽ അത് പരിസരം മനസ്സിലാക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തി മാത്രമാണ്. മനുഷ്യൻ ചുറ്റും നോക്കുന്നത് പോലെ പാമ്പ് നാവ് ഉപയോഗിച്ച് ചുറ്റുപാടിനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കൂ, പ്രകൃതിയിലെ മറ്റ് അത്ഭുതങ്ങൾ പോലെ തന്നെ ഇതും ഒരു അത്ഭുതം തന്നെയല്ലേ? അതായത് ഒരു ചെറിയ നാവ് ഉപയോഗിച്ച് വായുവിന്റെ ദിശയും മണവും ഇരയുടെ സാന്നിധ്യവും അപകടവും തിരിച്ചറിയുന്ന പാമ്പുകളുടെ ഈ കഴിവ്. നമ്മൾ ഭയത്തോടെ കാണുന്ന ആ ചെറിയ ചലനത്തിനുള്ളിൽ പോലും അതിസൂക്ഷ്മമായ ഒരു ശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട്, ഇല്ലേ? അപ്പോൾ ഈ വീഡിയോ കണ്ട എന്നെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണാം. അതുവരെ നമസ്കാരം.